കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. നിന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. നിന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. നിന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. അങ്ങേ സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ലയാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹത്തെ അകറ്റാൻ ഇല്ലയാതും സാധ്യമല്ല. അങ്ങേ കൃപ മതി ധരയും നിലനിന്നിടാൻ, അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്റെ ക്രിസ്തു എന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാലെന്നും നിലനിർത്തണേ. അങ്ങേ കൃപ മതി ധരയിൽ നിലനിന്നിടാൻ, അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്റെ ക്രിസ്തു എന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാലെന്നും നിലനിർത്തണേ. ചെങ്കടൽ നീ എനിക്കായി മാറ്റി തന്നിട്ടും ഞാൻ വീണ്ടും നിന്നോടകന്നിരുന്നപ്പോ എന്റെ യാത്രയിലും തിരുവെളുപ്പുകാരനെ അങ്ങേ ദീർഘക്ഷമ കാട്ടിയല്ലോ നീ. ചെങ്കടൽ നീ എനിക്കായി മാറ്റി തന്നിട്ടും ഞാൻ വീണ്ടും നിന്നോടകന്നിരുന്നപ്പോ എന്റെ യാത്രയിലും തിരുവെളുപ്പുകാരനെ അങ്ങേ ദീർഘക്ഷമ കാട്ടിയല്ലോ നീ. അങ്ങേ സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ലയാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ ഇല്ലയാതും സാധ്യമല്ല. അങ്ങേ കൃപ മതി ധരയിൽ നിലനിന്നിടാൻ, അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്റെ ക്രിസ്തു എന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാലെന്നും നിലനിർത്തണേ. അങ്ങേ കൃപ മതി ധരയിൽ നിലനിന്നിടാൻ, അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്റെ ക്രിസ്തു എന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാലെന്നും നിലനിർത്തണേ. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പെട്ടെന്ന് നമ്മുടെ മുമ്പിലെ സമയം അറിയില്ല. പെട്ടെന്ന് ഞാനൊരു ദൈവവചനത്തിലേക്ക് കടന്നു പോകുകയാണ്. കടന്നു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒത്തിരി ദൈവവചനങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രമാക്കാം. ഞാൻ എൻ്റെ വീട് കൂടുതൽ പത്തനംതിട്ട കൂടുതലാണ്. ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്, ഞാൻ നെല്ല് വിതച്ചിട്ടുണ്ട്, ഞാൻ നെല്ല് കൊയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കൃഷിക്കാരൻ നെല്ല് വിത്ത് വിതയ്ക്കുമ്പോൾ അതിനു മുൻപായി പാടം ഉഴുതുമറിച്ച് മരം വെച്ച് അടിച്ച് അതിനകത്തിലെ എല്ലാ ചപ്പും ചവറും പറക്കിക്കളഞ്ഞ ആൾക്കാരെ നിർത്തി അതിനകത്തിൽ കിടക്കുന്ന ചപ്പും ചവറും പറക്കിക്കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് പറക്കി ഒരു സൈഡിൽ ആ ചെളിക്ക് കൂട്ടിയിട്ട് ആ ചെളിക്കകത്ത് ചവിട്ടി താഴ്ത്തി ഒരു കൃഷിക്കായി നിലം എപ്രകാരം ഒരുക്കുമോ എന്നിട്ടേ ഉള്ളൂ ആ കൃഷിക്കാരൻ ആ നിലത്തിലേക്ക് വിത്ത് വാരി വിതറുന്നത്. അല്ലെങ്കിൽ കപ്പ നടാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേന നടാനാണെന്നുണ്ടെങ്കിൽ ആ കൃഷി സ്ഥലം കിളച്ച് അതിനകത്തിലെ കല്ലുകള്, വലിയ കല്ലുകൾ മാറ്റി കട്ടയെല്ലാം ഉടച്ച് ഒന്ന് പൊടിച്ച് നിരപ്പാക്കിയതിന് ശേഷം മാത്രമേ കപ്പയ്ക്ക് പൂന കൂട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ചേന നടുവാൻ അതിന് കുഴി പിടിക്കത്തുള്ളൂ. എങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ കൊടുക്കാം. വാസ്തവമായി ഞാൻ അശക്തനാണ്, ഞാൻ നിങ്ങളെ പോലുള്ളവനാണ്. പക്ഷെ എനിക്കൊന്നറിയാം, ഇന്ന് പകൽക്കാലം ഇവിടെ ഒരു ദൈവശക്തി വ്യാപരിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആമേൻ. ആ ദൈവശക്തി വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ആ സുവിശേഷത്തിൽ ഒരു ശക്തിയുണ്ട്. നിൽക്കുന്ന എനിക്കല്ല ശക്തി, ഞാൻ വ്യക്തമായി ഞാൻ വിളിച്ചു പറയുക, എന്നെ നിർത്തിയിരിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ നാമം കർത്താവായ യേശു എന്നുള്ളതാണ്. ആമേൻ, ആമേൻ. അവന്റെ വചനം ഇങ്ങനെ പറയുന്നു. ആമേൻ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആമേൻ. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും
അത് രക്ഷയ്ക്കായി ദൈവശക്തിയായി മാറുന്നു. ആ ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ, ഈ വചനം ശക്തിയായി നമ്മൾ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, ആമേൻ, ഞാൻ ഇപ്രകാരം പറയും. ആമേൻ കൃഷിക്കാരൻ തന്റെ നിലം ഉഴുതു മറിച്ച് ആ കൃഷിക്കായി ഒരുക്കുന്നത് പോലെ ആമേൻ നമ്മെ തന്നെ ഒന്ന് ഒരുക്കാമോ? ആമേൻ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്തുമാകട്ടെ. 40:31 എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആമേൻ, ആമേൻ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഈ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. ഈ നാളുകളിൽ ദൈവം ശക്തിയെ പുതുക്കാൻ പോവുക. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം. ആര് ആഗ്രഹിക്കുന്നുവോ അവരെ നിറയ്ക്കുന്ന ഒരു ദൈവം. പക്ഷേ ഈ നിറവിന് ഈ ശക്തിയാൽ നിറയപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. നാം കാത്തിരുന്നേ മതിയാവത്തുള്ളൂ. കാത്തിരുന്ന് പ്രാപിക്കേണ്ടുന്ന ഒരു കാര്യം. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-11 വാക്യം പെട്ടെന്ന് എടുത്തു വായിരം. 2 പത്രോസ് 1:10-11. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുക. അപ്പം ഞാനൊന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്നോട് മറുപടി ഒന്നും പറയണ്ട. ഞാൻ ഒരു അരമണിക്കൂർ കാണും, അല്ലെ 1 മണിക്കൂർ കാണും, ഞാനങ്ങ് പോകും. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുന്നു, അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. എന്താണ് ദൈവം നിങ്ങളെ കുറിച്ച്, സ്വർഗം നമ്മളെ കുറിച്ച് വിളിച്ചിരിക്കുന്ന വിളി എന്താണ്? തെരഞ്ഞെടുപ്പ് എന്താണ്? എല്ലാവരും കയറി പെട്ടെന്ന് പറയും, പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചത്. പിന്നെ ആരും ഒരു ചോദ്യം വരത്തില്ലല്ലോ. പെട്ടെന്ന് അടുത്ത മറുപടി, സുവിശേഷം പറയാൻ എന്നെ വിളിച്ചത്. ഈ 2 വാർത്തകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദിക്കത്തില്ല. സോറി, ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിലെ അടിസ്ഥാനമായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാ സുവിശേഷം പറയാന്നുള്ളതും പ്രാർത്ഥിക്കാന്നുള്ളതും. ഓക്കെ, പ്രാർത്ഥന വരമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവവചനത്തില് ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു 5-fold മിനിസ്ട്രിയെ കുറിച്ച് കാണുന്നുണ്ട്. അവന് ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേശകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി അവർ ആക്കി വെച്ചു. ചിലരെ ഇതിൽ സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളുടെ ഓഫീസ് ഏതാണെന്ന്, നമ്മൾ ഇതിലേതിലാണ് നാം എത്തിച്ചേരേണ്ടതെന്ന് നാം വ്യക്തമായി തിരിച്ചറിഞ്ഞ് മതിയാവുന്നത്. കാരണം വ്യക്തമായി ഇങ്ങനെ, അതിനെ അടുത്ത വായിച്ചേ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി സാധിക്കും. അപ്പോ ഇനി ഞാൻ ചോദിക്കുന്നു, പോകുമോ? ധാരാളമായി ഭാവിച്ചു പോകുമോ? ഇവിടെ ആദ്യം ഒരാൾ പറഞ്ഞു ഞെരുങ്ങിയുള്ളത് എന്താണെന്നറിയാം. ഇപ്പൊ അതിന്റെ മറുപടി കിട്ടിയോ വചനത്തിൽ നിന്ന്? ഓക്കെ. പക്ഷെ ഈ നാളുകളിൽ നമ്മൾ അത് തിരിച്ചറിയാം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു തലമുണ്ട്. നിങ്ങൾക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ട് അല്ലെ? ആ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു പദ്ധതിയുണ്ട്. ഓക്കെ, നമ്മൾ മാതാപിതാക്കളാ, നമ്മളുടെ കുഞ്ഞുങ്ങളെ നല്ല നിലവാരത്തിൽ വളർത്തണം, അവർ ഡിഗ്രി എടുക്കണം, ഇന്നതുപോലെ പോണം, ഇന്നതുപോലെ പഠിക്കണം എന്ന് നമുക്ക് മാതാപിതാക്കൾക്ക് നമുക്കൊരു ചിന്തയുണ്ടെങ്കിൽ, നമ്മെ ഉരുവാക്കിയവനും നമ്മെ സൃഷ്ടിച്ചവനുമായ നമ്മുടെ സ്വർഗീയ പിതാവിന് നമ്മെ കുറിച്ച് ചില പദ്ധതികളുണ്ട്, ചില പ്ലാനുകളുണ്ട്. ആമീൻ. അതിനനുസരിച്ച് ഞാനും നിങ്ങളും ആ പ്ലാനിലും ആ പദ്ധതിയിലും വന്നേ മതിയാവത്തുള്ളൂ.
ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇവിടെ ഈ വചനം പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ ദിവസങ്ങളിൽ കാത്തിരുന്ന് പ്രാപിക്കേണ്ടുന്ന ഒരു ദൈവശക്തി, ഈ ദിവസങ്ങളിൽ കാത്തിരുന്ന് പ്രാപിക്കേണ്ട ചിലതുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ആമേൻ, ഇത് കാത്തിരുന്ന് പ്രാപിച്ചെടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. അവിടെ അതിന് മേലുള്ള വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ആമേൻ. ഈ ദൈവം ക്ഷീണിച്ചിരിക്കുന്നവനെ ബലപ്പെടുത്തുന്ന ദൈവമാ. 3-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും എന്റെ ഗോപുരമാവുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും. ആമേൻ. ദൈവം നമുക്ക് ചുറ്റും സങ്കേതമായി വെളിപ്പെടുന്ന ഒരു ദൈവം. ആമേൻ. ആമേൻ. നിങ്ങളുടെ തല കുനിഞ്ഞിരിക്കുകയാണോ? ആ തലയെ നിവർത്തുന്ന ഒരു ദൈവമാ ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത്. ഏത് വിഷയമാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, ആമേൻ, ആമേൻ, എന്റെ ദൈവത്തിന്റെ സന്നിധി അതിന് മറുപടി ഇല്ലാതെ ഇല്ല. ആമേൻ. ഈ വചനത്തില് ആമേൻ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ മറുപടി ഇല്ലാതെ വരത്തില്ല, ഇല്ലാതെ ഇല്ല. കാരണം ആമേൻ വ്യക്തമായി വിളിച്ചു പറയാ, ഈ നാളുകളിൽ ശാസ്ത്രം ചിലത് കണ്ടുപിടിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വചനം ഒന്ന് വായിച്ചു നോക്കണം. ആമേൻ. ഈ വചനത്തിൽ സ്വർഗം അത് വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയിരിക്കുന്നതാ. ആമേൻ. ഇവിടെ ആമേൻ വചനത്തില് യെശയ്യാവിലാണോ യിരെമ്യാവിലാണോ ഇങ്ങനെ പറയുന്നുണ്ട്, കാർത്തികയെ സൃഷ്ടിച്ചവൻ ആര്? മകേരത്തെ സൃഷ്ടിച്ചത് ആര്? ഇവയ്ക്കൊക്കെ പേര് കൊടുത്തത് ആര്? സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം തന്നെയാ ഇതിനെ മൊത്തം സൃഷ്ടിച്ച് കാലങ്ങളെയും സമയങ്ങളെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവൻ അവൻ തന്നെയാ. ആമേൻ. അവൻ ഇന്ന് പകൽക്കാലം പറയുക, ആമേൻ, ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ബലം പകരുന്ന ദൈവമാ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവന്മാർ പറയുന്നു, ആമേൻ, നീ ക്ഷീണിച്ചിരിക്കുകയാണോ? നീ തളർന്നിരിക്കുകയാണോ? ആമേൻ, ഇവൻ ബലം നൽകുന്ന ദൈവം. പക്ഷെ ബലം നീ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നീ അവന്റെ സന്നിധിയിൽ വന്ന് ആമേൻ കാത്തിരുന്നേ മതിയാകത്തുള്ളൂ. ആമേൻ. ഞാൻ അങ്ങനെ ആമേൻ നമ്മളൊരു വില നൽകി ചിലത് വാങ്ങിക്കുന്നെങ്കിൽ, ആമേൻ, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില വില കൊടുത്തേ മതിയാകത്തുള്ളൂ. അതിനുവേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കേ മതിയാകത്തുള്ളൂ. നാം നമ്മെ തന്നെ ജീവിതത്തിൽ ആമേൻ വിശുദ്ധീകരിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ. നമ്മൾ എവിടൊക്കെ വിശുദ്ധീകരണം വരണം, നമ്മളുടെ ചിന്തകളിൽ വിശുദ്ധീകരണം വരണം, നമ്മളുടെ നിരൂപണങ്ങളിൽ വിശുദ്ധീകരണം വരണം, നമ്മളുടെ സംസാരത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം, നമ്മളുടെ നോട്ടത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം, നമ്മളുടെ പ്രവൃത്തിയിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചിലത് പ്രാപിച്ച്. കാരണം എന്താണെന്നറിയാമോ? വചനം പറയുന്ന ഇവൻ വിശുദ്ധനായ ദൈവമാ. ഈ ദൈവം വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവമാ. ആ വിശുദ്ധിയിലേക്ക് ആ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവവചനത്തില് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു ഉറവയിൽ നിന്ന് നല്ലതും തീയതും വരത്തില്ല. ഞാൻ വ്യക്തമായും പറയട്ടെ, നമ്മെ വിളിച്ച വിളി, നാം രക്ഷിക്കപ്പെട്ട് നാം സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സീൽ ചെയ്ത് നമ്മെ അവൻ വിശുദ്ധീകരിച്ചിരിക്കുക, അവന്റെ മകനാക്കി മകളാക്കി തീർത്തിരിക്കുക. ആമേൻ. പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ മുദ്രയിട്ടിരിക്കുക വീണ്ടെടുപ്പിൻ നാളിനായിട്ട്. അപ്പോൾ ആ വീണ്ടെടുപ്പിൻ നാളിനായിട്ട് നമ്മെ മുദ്രയിട്ട് നമ്മെ വേർതിരിച്ചിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് വരുന്ന പ്രവർത്തികൾ, നമ്മളിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ, നമുക്ക് ഒരു ഐഡന്റിറ്റി ഉള്ളൂ. എന്താണെന്നറിയാമോ? ദൈവ പൈതൽ എന്നുള്ള ഒരു ഐഡന്റിറ്റി. നമ്മൾ ജോലിയിൽ പോകുമ്പോൾ നമ്മൾ ദൈവ പൈതലാണ്. നമ്മൾ കൂട്ടുകാരോട് കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവ പൈതലാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ദൈവ പൈതലാണ്. നമ്മൾ ഞായറാഴ്ച ആരാധിക്കാൻ വരുമ്പോൾ മാത്രമല്ല ദൈവജനം. നമ്മൾ എവിടെ സമൂഹത്തിൽ എവിടെയായിരിക്കുന്നോ അവിടെയൊക്കെയും നാം ദൈവജനമാ. ആമേൻ. അവന്റെ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് പകരമായി ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുക ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. ഇവിടെ പറയുന്നു, ആമേൻ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ
ആമേൻ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഒന്ന് കാത്തിരിക്കുവാൻ, ആമേൻ കർത്താവിനെ ഒന്ന് കാത്തിരിക്കുവാൻ, ആമേൻ കാത്തിരുന്ന് പ്രാപിച്ചെടുക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിക്കായി ഈ ദിവസങ്ങളിൽ ഒന്ന് കാത്തിരിക്കാനാണ് പറയുന്നത്. ആ ശക്തി ലഭിക്കുമ്പോഴാ നമുക്ക് ആമേൻ ദൈവസേനയിൽ നിന്ന് ചില കാര്യങ്ങളെ പ്രാപിച്ചെടുക്കാൻ ഒക്കുന്നത്. അവിടെ പറയുന്നു, ആമേൻ 29 വാക്യം വായിച്ചു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. അവിടെ പറയുക, ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാരോ ഇടറി വീഴും. എന്തുകൊണ്ടാ ദൈവവചനത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ പറയും, യൗവനക്കാരുടെ രക്തം തിളപ്പിന്റെ രക്തമാണ്, യൗവനത്തിലെ രക്തം തിളക്കുന്ന രക്തമാണ്. എനിക്കെന്തും കഴിയും, എന്നെ കൊണ്ട് എന്ത് കഴിയും, നിങ്ങൾ അങ്ങോട്ട് മാറുന്നില്ല. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ അവൻ പലയിടത്തും കണ്ടുവരുന്ന ഒരു കാര്യം ഞാൻ പറയാ, മാതാപിതാക്കളോട് യൗവനക്കാർ കയറി എതിരിൽ നിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ മിണ്ടാതിരി, ആ യൗവനത്തിന്റെ രക്തത്തിന്റെ തിളപ്പാണ്, ആ തിളപ്പാണ്. അപ്പൊ ദൈവവചനം പറയുന്നു, അങ്ങനെയുള്ളവർ പോലും ഇടറി വീഴുമെന്നാ പറയുന്നത്, ഇടറി വീഴുമെന്നാ പറയുന്നത്. ബാല്യക്കാർ തളർന്നു പോകും. ഈ ജൂഡിയുടെ മോൻ അവൻ ബാല്യമാ, ഓടി നടക്കുക, കിട്ടുന്നത് എന്തും കഴിക്കും. ആമീൻ കല്ല് കൊടുത്താൽ പോലും കഴിച്ചാൽ അത് ദഹിച്ചു പോകുന്ന ഒരു പ്രായമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആക്റ്റീവായിരിക്കുന്ന ദൈവവചനത്തിൽ പറയുന്നു, അങ്ങനെയുള്ളവർ തളർന്നു പോകും. ആമീൻ ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുകും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒന്ന് കാത്തിരിക്കേണ്ടത് ആവശ്യമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. ആത്മാവ് വിളിച്ചു പറയാൻ പറയുന്നു. ആമീൻ ഈ ദിവസങ്ങളിൽ കാത്തിരുന്ന് പ്രാപിക്കേണ്ടുന്ന ചിലത് ആമേൻ പ്രാപിച്ചെടുത്ത ആമേൻ ദൈവരാജ്യത്തിനൊരു മുതൽക്കൂട്ടാകുവാൻ ദൈവാത്മാവ് പറയുന്നു. ആമേൻ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആമേൻ യഹൂദയിലും ശമരിയിലും ആമേൻ ലോകത്തിന്റെ അറ്റത്തോളവും നിങ്ങൾ എന്റെ സാക്ഷികളാകും. ആമേൻ ദൈവത്തിന്റെ ലോകത്തിന്റെ അറ്റത്തോളം നാം കർത്താവിന്റെ സാക്ഷികളാകണമോ? ആകണമെന്നുണ്ടെങ്കിൽ നാം ഒരു ശക്തി പ്രാപിച്ചെടുക്കുന്നുണ്ട്. അവിടെ പറയുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. 1:8 വായിച്ചേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം, അല്ലേ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആമേൻ. ആ ഒരു ശക്തിയെ പ്രാപിച്ചെടുക്കാനാ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് വ്യക്തമായും പറയുന്നത്. ആമേൻ. ഞാൻ ഈ വചനം കഴിഞ്ഞ രാത്രികാലം ഇടപെടാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്ന് ഇതാ എടുക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് ഇതിനകത്തിൽ ആരിലൂടെയെങ്കിലും ശക്തി എന്നൊരു വാക്ക് എന്നോട് ദൈവാത്മാവ് സംസാരിക്കണം, അല്ലെങ്കിൽ ഇവിടെ പരസ്യമായി സംസാരിക്കണം. ആമേൻ. അന്നേരമാണ് ദൈവദാസന്റെ മോൻ എഴുന്നേറ്റ് ഈ വചനം പറയുന്നത്. ആമേൻ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആമേൻ വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ആമേൻ. ഒരു വ്യക്തിയുടെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത് ഇതാണ്. ആമേൻ. ഞാൻ വ്യക്തമായി പറയട്ടെ, ഈ ശക്തിയെ അളക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയത്തില്ല. ആമേൻ. ഈ ശക്തി ഒറ്റ കാര്യം ഞാൻ പറയാം. അപ്പോസ്തല പ്രവർത്തിക്കാത്തില്ല 9-ാം അധ്യായത്തില് ഇങ്ങനെ കാണുന്നുണ്ട്, ശൗൽ എന്നൊരു വ്യക്തി ദൈവജനത്തെ മുടിക്കുവാൻ കടന്നു പോകുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പകൽ 12-ാം മണി നേരത്ത് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം ശൗലിന്റെ മേൽ വീണു. ശൗല് കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. ഈ ശക്തി ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ അളക്കാൻ കഴിയാത്തതാ. ഈ ശക്തി പ്രാപിക്കാനാ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആഹ്വാനം ചെയ്യുന്നത്. ആരും ദൈവാത്മാവ് പറയുന്നു,
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹം വേണമെന്നുള്ളവർ എത്ര പേരുണ്ട്? കൈ ഒന്ന് ഉയർത്തുക. നല്ലപോലെ വരട്ടെ, കാണട്ടെ. അപ്പൊ അനുഗ്രഹമേ വേണ്ട. ദൈവത്തിന് ഇവര് പാവം ആൾക്കാര്, അവർക്ക് അനുഗ്രഹമേ വേണ്ട. എനിക്ക് വേണം അനുഗ്രഹം. പക്ഷേ ഈ അനുഗ്രഹത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് അറിയാമോ? ഈ കർത്താവിലാണ്. നമ്മളുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ ഉയർത്താൻ നിന്നാൽ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലതും ലഭിക്കുമെന്ന് പറഞ്ഞ ദൈവവചനത്തിന്റെ ആ നിവർത്തി വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നാം അവന്റെ രാജ്യം. അപ്പൊ എന്റെ കടം, അപ്പൊ എന്റെ മോടെ കാര്യം, അപ്പൊ എന്റെ മോടെ ലോണ്, അല്ലേ? നമ്മളുടെ നോട്ടം, കർത്താവ് എന്നെ പഠിപ്പിച്ച ഞാൻ പറഞ്ഞത്, നമ്മളുടെ നോട്ടം എങ്ങോട്ടാണെന്നറിയാമോ? കീഴേക്കാം. പലപ്പോഴും നമ്മളുടെ നോട്ടം ഈ കീഴേക്കാം. ദേവാസന വേണ്ടേ? ഇതൊന്നും വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം ആവശ്യമാ. നമുക്ക് ജീവിക്കാൻ സമ്പത്ത് ആവശ്യമാ, നമുക്ക് ജീവിക്കാൻ പണം ആവശ്യമാ, നമുക്ക് ആരോഗ്യം ആവശ്യമാ. പക്ഷെ ഇതിന്റെ എല്ലാം ഉറവിടം ഒറ്റ വ്യക്തിയാണ്. ആമേൻ, ആമേൻ. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു. ആമേൻ. അവൻ എന്നോടും നിങ്ങളോടും പറയുന്ന പ്രകാരം നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആമേൻ നടത്തുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ആമേൻ. അനുഭവിച്ചറിഞ്ഞ സത്യത്തിൽ നിന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ആമേൻ. അവൻ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. അവൻ ആമേൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. ദൈവദാസൻ പറഞ്ഞതുപോലെ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട ഒരു ദൈവത്തെ അല്ല നമ്മൾ വിളിക്കുന്നത്. ആമേൻ. ആ കല്ലറകളെ ഭേദിച്ച് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ ഒരു ഉയർപ്പിന്റെ വ്യാപാര ശക്തിയിൽ ജീവിക്കുന്ന ഒരു ദൈവത്തെ, ആ ദൈവത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. ആമേൻ. ഇന്ന് പോൽക്കാലം അവനെ കാണേണ്ടുന്ന രീതിയിൽ ഒന്ന് കണ്ടാൽ ആമേൻ നിന്റെ ജീവിതം മാറും. ഒരിക്കൽ യേശു ശമരിയുടെ ദേശത്തൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന് ദാഹിച്ചു. കർത്താവ് ഒരു സ്ത്രീയുടെ അടുക്കൽ ചെന്ന് ഇച്ചിരി വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ അവളും കർത്താവും കൂടെ അങ്ങ് സംസാരിച്ചു. നീ യഹൂദനായ ഞങ്ങളുടെ അടുത്ത് വെള്ളം ചോദിക്കുന്നത് ശരിയല്ല. ഏറ്റൊടുവില് അവളോട് പറഞ്ഞു, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ഒരു നാളും ദാഹിക്കത്തില്ല. ആ ഒരു വചനം അവളുടെ ഉള്ളിൽ വെളിപ്പാടായി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾ എന്ത് പറഞ്ഞു എന്നറിയോ? ഞാൻ മസിഹായെ കണ്ടെത്തി. യെസ്, ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഒരു വെളിപ്പാടായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ആമേൻ. അവൾ മസിഹായെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നില്ല. ആമേൻ. അവൾ തൊട്ടിയും കയറുവിട്ടുകൊണ്ട് പട്ടണത്തിലേക്ക് ഓടിയേച്ച് പറഞ്ഞു, ഒരു പ്രവാചകൻ, ഒരു മസിഹായെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധന്മാർ പറയുന്നു, ആമേൻ, ആമേൻ, ഈ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് നിങ്ങൾ ഒന്ന് ഇറങ്ങിക്കോ. ആമേൻ. ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാ. ആമേൻ. വ്യക്തമായും പറയാം, ആ വെളിപ്പാടിനകത്ത് നിന്നുകൊണ്ട് ആമേൻ, ആമേൻ, മുൻപോട്ട് ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ആമേൻ, കർത്താവിനെ കാണേണ്ടതുപോലെ ഒന്ന് കാണാൻ തയ്യാറുണ്ടെങ്കിൽ, ആമേൻ, ഏത് പ്രശ്നമാകട്ടെ, ഏത് പ്രതിസന്ധി ആകട്ടെ, കർത്താവ് അതിനെ നീക്കി തരുമെന്ന് ഇന്ന് പോൽക്കലഞ്ഞ് ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചു പറയുക. ആമേൻ. ആമേൻ. ഒരു കാര്യം കൂടെ നിങ്ങൾ വിശ്വസിക്കാം. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു യേശു അല്ല, ആ യേശു ഇന്നും ജീവിക്കുന്നവനാ. ആ യേശു ഇന്നും ജീവിക്കുന്നവനാ. ആമേൻ. അവനെയാണ് നമ്മൾ ഉയർത്തേണ്ടത്. ആമേൻ. ആമേൻ. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നെ മാനിക്കുന്നവനെ, ആമേൻ, കർത്താവിനെ മാനിക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ. ഞാൻ പുറകിലിരുന്ന് ഞാൻ വിചാരിച്ചു പ്രസംഗം കഴിഞ്ഞ് സ്തോത്രാഴ്ച എടുക്കത്തുള്ളെന്ന്. ഞാൻ നിങ്ങളോട് പറയാനിരിക്കായിരുന്നു, ഇന്നത്തെ സ്തോത്രാഴ്ച എനിക്കുള്ള, അതുകൊണ്ട് കാര്യമായി നിങ്ങൾ ഇടണേന്ന്. അമർത്തി കുലുക്കി നിറഞ്ഞ കവിന് അളവിൽ കൊടുത്താൽ അവൻ അമർത്തി കുലുക്കി നിറഞ്ഞ കവിന് അളവിൽ തിരിച്ചു നൽകും.
ലോഭമില്ലാതെ, ആമേൻ, പിടിച്ചു വെക്കാതെ, ആമേൻ, വാരി വിതറാൻ തയ്യാറുണ്ടോ? അതൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാ. വിശ്വാസം, ആമേൻ, വിശ്വാസത്തെ കുറിച്ച് ഒന്ന് ഞാൻ പറയാൻ പോവാ. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? കേക്കട്ടെ. വരുത്തുന്നവനായ കർത്താവിനെ നോക്കിക്കൊള്ളു. അപ്പം വിശ്വാസം എന്താണ്? വിശ്വാസം എന്താ? ധൈര്യത്തോടെ മടിയില്ലാതെ പറയാനുള്ളവർ പറഞ്ഞു. വിശ്വാസം എന്ന് പറയുന്നത് കർത്താവായ യേശുവാ. നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്യം തെറ്റാണെന്നല്ല പറഞ്ഞത്, പക്ഷേ നമ്മൾ പറയുന്നത് അതാണ്. ആ വാക്യം പറയും. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവാ. ആമേൻ. വചനം പറയുന്നു വിശ്വാസത്തിന്റെ നായകൻ, ആ വിശ്വാസം പൂർത്തി വരുത്തുന്നവൻ, അവൻ ഒരുവൻ മാത്രം, അവനാണ് ക്രിസ്തു, അവനാണ് കർത്താവായ യേശു. അവനെ ഒന്ന് നോക്കാനാ പറഞ്ഞത്. ആമേൻ. നിനക്ക് വിശ്വാസം വർദ്ധിക്കണമോ? അവനെ ഒന്ന് നോക്കിയിട്ട് പറ, കർത്താവേ, എനിക്ക് ഇത്രയ്ക്കുള്ള വിശ്വാസമേ ഉള്ളൂ, എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. ചില സമയങ്ങളില് ചില കരച്ചിലിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ, ചില പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ പോയി എന്റെ കർത്താവിനോട് രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ എഴുന്നേറ്റ് പറയും, കർത്താവേ, ഇതാ എന്റെ വിഷയം, എന്റെ വിഷയം ഇതാ. ഞാൻ വിശ്വാസത്തിന്റെ നായകനെ ഞാൻ നോക്കുക, ഞാനിത് സമർപ്പിക്കുക, ഞാനത് ആ ദൈവസേനയിൽ കർത്താവിനോട് വെക്കാൻ പറഞ്ഞ ആ നിമിഷം അങ്ങ് വെക്കും. പിന്നെ അതിനെക്കുറിച്ച് ഓർക്കാറില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആമേൻ, വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്നവനുണ്ടല്ലോ, അവൻ അത് സകലതും നിവർത്തീകരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൂട്ടാളി പലപ്പോഴും പറയും, പക്ഷെ നമുക്കത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്തിനാ ഇത്ര ബേവറിയാവുന്നേ? എന്തിനാ ഇത്ര ഭാരപ്പെടുന്നത്? ഞാനും നിങ്ങളും ഭാരപ്പെട്ടാൽ നിങ്ങളുടെ ആയുസ്സിന്റെ നീളം കൂട്ടാനൊക്കത്തില്ല, നിങ്ങളുടെ മുടി കറപ്പിക്കാനൊക്കത്തില്ല, ആയുസ്സിന്റെ അളവ് ചുരുക്കാനൊക്കത്തില്ല. അവൻ വെച്ച ആയുസ്സിന്റെ അളവ് നമ്മൾ ജീവിച്ചു തീർത്തേ മതിയാകത്തുള്ളൂ. അത് ജീവിച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവ കൃപ ആവശ്യമാ. ആമേൻ, ആമേൻ. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ജീവിതമാ. ആമേൻ. കണ്ടല്ല വിശ്വസിക്കേണ്ടത്, കാണാതെ വിശ്വസിക്കണം. വിശ്വാസം ഞാനും നിങ്ങളും പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. കണ്ടിട്ടില്ല, പക്ഷേ കർത്താവ് യേശു ക്രിസ്തു, ഞാനത് കാണും. പ്രഖ്യാപിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവസഭയോട് പറയുന്നു, ആമേൻ. യൂണിയുടെ ദൈവാത്മാവ് വ്യക്തമായി പറയാൻ പറയുന്നു, ഈ സാഹചര്യങ്ങളിലൂടെ പോകാനല്ല ദൈവം വിളിച്ചത്. ആമേൻ, ആമേൻ. ദൈവത്തോട് ചിലതിനെ ആമേൻ ആത്മാവിൽ കണ്ട് പ്രഖ്യാപിക്കാൻ പറയുന്നു. ആമേൻ. ആത്മാക്കളുടെ ഉടയവനവൻ. ആത്മാക്കളെ ചോദിക്ക, നിറയ്ക്കുവാൻ അവൻ ശക്തനാ, നിറയ്ക്കുവാൻ അവൻ ശക്തനാ. ശുശ്രൂഷയുടെ വിശാലതയ്ക്ക് ചോദിക്ക, ആമേൻ. ആത്മാവിൽ അവൻ ശുശ്രൂഷ നിറയ്ക്കുവാൻ ശക്തനാ. യെസ്. ഇതിനകത്തുനിന്ന് വെച്ചതാ അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ഇടയന്മാരെ ചോദിക്ക, കർത്താവ് എഴുന്നേൽപ്പിക്കാൻ ശക്തനാ. ആമേൻ. ചോദിക്കുന്നത് ആമേൻ നിന്റെ പോക്കറ്റിന് വേണ്ടിയിട്ടല്ല, അവന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാ. ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു, ചോദിക്ക, ചോദിക്ക, ആത്മാവിൽ ചോദിക്ക. യെസ്. വിശ്വാസത്തിന്റെ നായകന ആമേൻ. നീ ചോദിക്കുന്നത് പൂർത്തീകരിക്കുവാൻ, നീ പറയുന്നത് നിവൃത്തിവരുപ്പാൻ അവൻ ശക്തനാ. നമ്മള് ഇത് ലൈവ് ആണ് അല്ലല്ലോ. നമ്മള് പറയും കർത്താവ് ആയേ അല്ലേ? നമ്മുടെ പ്രാർത്ഥന എങ്ങനാ? നമ്മുടെ പ്രാർത്ഥന എങ്ങനാ? ഒന്ന് കേക്കട്ടെ. ആരേലും ഒരാൾ മണ്ടരാകുക, എന്നാ പാസ്ലോചമാന്റെ മണ്ടിയാകുക. പറ, കർത്താവേ അത് തരണേ, കർത്താവേ ഇന്നാലെ അനുഗ്രഹിക്കണേ കുഞ്ഞുങ്ങളെ, അല്ലേ? ചെയ്തു തരണേ. നമ്മൾ ആരാ എന്ന് നമുക്ക് ബോധ്യമുണ്ടോ? നമ്മൾ ആരാണെന്ന് ബോധ്യമുണ്ടോ? കർത്താവിന്റെ മകളാ ആണല്ലോ.
ആണ്. മകളാണെന്നുണ്ടെങ്കിൽ മകളുടെ അധികാരം നമ്മൾ ഉപയോഗിക്കുകയോ ഇല്ലയോ? ഉപയോഗിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ. എന്താ ഈ ചിലപ്പോഴേ? ദൈവം നമ്മളെ വിളിച്ചത്, ഒന്നാമത്തെ വിളി ദൈവ മക്കളാകുവാൻ നമുക്ക് അധികാരം തന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നോണ്ട് ഞങ്ങള് എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ മോ വന്നിരുന്നു. അവന്റെ കാശ് കൊടുത്ത് ഞാൻ പറഞ്ഞു ബാക്കി കാരണം ഇങ്ങനെ വന്നു. ഞാൻ തരത്തില്ല, ഇത് എന്റെ പോക്കറ്റിലുള്ളതാ, എന്റെ പോക്കറ്റിലേക്കുള്ളതാ, ഞാൻ തരത്തില്ല. വൈ? എന്തുകൊണ്ട് അവൻ അത് പറഞ്ഞു? പിതാവായതുകൊണ്ട്. അവൻ എന്റെ മകൻ, ഞാൻ അവന്റെ പിതാവായതുകൊണ്ട്, അല്ലേ? അവന്റെ പിതാവായതുകൊണ്ട് അവന്റെ പിതാവിന്റെ സകല വിഷയത്തിന് മേലും അവൻ അധികാരമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എങ്കിൽ നമുക്കൊരധികാരമുണ്ട്. നമ്മൾ ആ അധികാരത്തിൽ നമ്മൾ ചലിച്ചേ മതിയാവത്തുള്ളൂ. ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാപിച്ചെടുക്കേണ്ടുന്ന ഒരു ചുമതല നമുക്കുണ്ട്. അതെങ്ങനാ? നമ്മൾ ഓടിയിട്ട് ഓട്ടം തീരുന്നില്ല, അല്ലയോ? കർത്താവെ 24 മണിക്കൂർ എന്നുള്ളതൊന്ന് 48 മണിക്കൂറാക്കി തന്നിരുന്നെങ്കിൽ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ഇല്ല. 48 മണിക്കൂർ ദൈവം തന്നെന്ന് വിചാരിക്കട്ടെ. അന്നേരം പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവെ 96 മണിക്കൂർ എനിക്ക് തരണേന്നാ പറയുന്നത്, അല്ലേ? കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ അവന്റെ സന്നിധിയോടൊന്ന് അടുത്തുക. അവനിൽ നിന്നൊന്ന് കേൾക്കട്ടെ. അവന് കാത്തിരിക്കുന്നവരുടെ മേൽ ശക്തി പകരുന്ന ഒരു ദൈവമാണ്. ഈ ശക്തി ഇല്ലാതെ നമ്മൾ പുറത്തേക്ക് പോയി നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഉള്ള കാര്യം വ്യക്തമായി പറയുക. നമ്മളെ ദൈവം സാധാരണ മനുഷ്യരായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മളെ ദൈവം ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തേച്ച് നമ്മെ അവൻ അഭിഷേകം ചെയ്തേച്ച് നമ്മെ അവൻ ലോകത്തിലേക്ക് നമ്മെ റിലീസ് ചെയ്തിരിക്കുക. യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യം ആക്കുവീൻ, ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കുവീൻ. അധികാരം കൊടുത്തിരിക്കുക. അതേ അധികാരമാണ് നമുക്കും തന്നിരിക്കുന്നത്. നമ്മൾ എത്ര രോഗികളെ സൗഖ്യമാക്കി? ഹലോ, എത്ര ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കി? എന്തുകൊണ്ടെന്നറിയാമോ? നമ്മളിൽ ഈ ശക്തി ഇല്ലാത്തത്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 38-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. ആമേൻ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു പിതാവാൻ ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഒന്ന് വായിച്ചേ. 8-ാം അപ്പോസ്തലപ്രവൃത്തി അല്ലല്ല സോറി 10-ന്റെ 38. 10-ന്റെ 38. ആ ആ ആ ആമേൻ. പിതാവാം ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ആ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ നടന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. യേശു ദൈവവും ദൈവപുത്രനും ആയിരിക്കെ പിതാവ് തന്റെ മകനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഒരു നിയോഗം ആമീൻ ഭൂമിയിൽ ചെയ്തെടുക്കേണ്ടുന്ന കാര്യങ്ങൾ. ആമീൻ യേശുവിന് അത് ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് എത്രത്തോളം ആവശ്യമാണ്?
ഹലോ, നമുക്ക് എത്രത്തോളം ആവശ്യമാണ്? ഇവിടെയാണ് നമ്മളെ ഒന്ന് തിരിക്കേണ്ടത്. ഇത് എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നറിയാമോ? മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് ഇങ്ങനൊരു വാക്യം കാണുന്നുണ്ട്. അവർ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകൊണ്ട് അവർ തെറ്റിപ്പോകുന്നു. പലപ്പോഴും തിരുവെഴുത്തുകളെ നാം അറിയേണ്ടുന്ന വിധം നാം അറിയുന്നില്ല. നമുക്ക് ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രവചന ദൂത് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ചിന്ത എന്താണെന്നറിയാം, ഇത് എനിക്കുള്ളതല്ല, അല്ലേ? ഇത് ഇന്നാർക്കായിരിക്കും നമ്മളുടെ ഊഹം. ചില മെസ്സേജ് കേൾക്കുമ്പോ ഇത്രയ്ക്ക് വേണോ, ഈ മെസ്സേജ് എനിക്കുള്ളതല്ല. സോറി, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്നിലൂടെ ഇങ്ങനെ ഒരു ദൈവവചനം കേൾക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നതല്ല, ഇവിടെ ആഗ്രഹിച്ചിട്ട് വന്നതല്ല, ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. എങ്കിൽ നമ്മൾ ഓരോ സൺഡേയിലും അല്ലെങ്കിൽ ഓരോ മീറ്റിംഗിലും നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനത്താൽ നാം പണിയപ്പെടാൻ ആ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നാം കേൾക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു നിയോഗമായിരിക്കുന്നതുകൊണ്ടാണ് ദൈവം നമ്മെ അത് കേൾപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാരുടെ പെന്നിൽ നിന്ന് ഈ മഷി ബുക്കെ വീണാൽ അത് ഒപ്പിയെടുക്കുന്ന ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ഡിപ്പർ. അതുപോലെ കേൾക്കുന്ന ദൈവവചനം നാം വലിച്ചെടുത്തേ മതിയാകത്തുള്ളൂ. വലിച്ചെടുക്കുക മാത്രമല്ല, അതിനുവേണ്ടി ഞാനും നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചേ മതിയാകുള്ളൂ. ഞാനൊരു കാര്യം പറയാം. ഞാൻ ആ മർത്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. എന്റെ അനുഭവം പറയാമെന്നുണ്ടെങ്കിൽ, ഞാൻ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും സൺഡേ സ്കൂൾ ടീച്ചറും ഒക്കെ ആയിരുന്നു. ഞാൻ പള്ളിയിൽ പ്രാർത്ഥിക്കും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ പ്രാർത്ഥനയില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, BBSലൊക്കെ സംബന്ധിക്കുമ്പോൾ ഞാൻ തീരുമാനിക്കും, ഇന്ന് സമർപ്പിക്കുന്നൊന്നുമില്ല, ഇന്ന് ഞാൻ മാറി നിൽക്കും. എല്ലാവരും സമർപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഞാൻ കണ്ണുനീരോടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ പോലും അറിയാതെ. അങ്ങനെ വന്നോണ്ടേ എന്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായി, ദൈവദാസന്മാർക്ക് സപ്പോർട്ട് ചെയ്യുക, ജോലി ചെയ്യണം, ദൈവദാസന്മാർക്ക് സപ്പോർട്ട് ചെയ്യണം. എന്റെ ആലോചനയല്ല, ദൈവത്തിന്റെ ആലോചനയാ വലുത്. കർത്താവ് 84 എന്നെ അങ്ങ് പിടിച്ചു. എന്നെ പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായി ദൈവാത്മാവ് ഇടപെട്ടു. കർത്താവിന്റെ സന്നിധിയിൽ ഒരു തീരുമാനം ഞാൻ പറയേണ്ടി വന്നു. കർത്താവെ, ഭൂമിയുടെ അറ്റത്തോളം അങ്ങയുടെ സാക്ഷി ആയിക്കൊള്ളാം എന്ന് പറയുമ്പോൾ സ്വർഗം എനിക്കതിന് മറുപടി തന്നു. ആ മറുപടി തന്നതിന് ശേഷം ദൈവം തന്റെ വചനം എന്നെ ശ്രദ്ധിപ്പിക്കാൻ തുടങ്ങി. ആ വചനത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പലപ്പോഴും ഇത് വിട്ടുകളയുമായിരുന്നു. പലപ്പോഴും നമ്മളുടെ വാഗ്ദത്തം നമ്മളോട് ദൈവദാസന്മാരിലൂടെ ദൈവദാസിമാരിലൂടെ ദൈവാത്മാവ് പലപ്പോഴും ദൂതുകളെ പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രവചനം പറയാറുണ്ട്. ആമേൻ. എല്ലാരും പറയും എന്നെ കുറിച്ചുള്ള പ്രവചനം വേണ്ട, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എന്താ കാര്യം? ഏറ്റെടുക്കത്തില്ല, അടുത്തത് വിശ്വസിക്കത്തില്ല, അടുത്തത് അതിനുവേണ്ടി പ്രാർത്ഥിക്കാറില്ല. പലപ്പോഴും നമ്മുടെ മാനുഷ്യ ബുദ്ധിയില് കേൾക്കുന്ന പ്രവചനം വിശ്വസിക്കാൻ ഇച്ചിരി മടിയാ. ഇങ്ങനോ? എന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ലേ? എഫ്രൈം മലനാട്ടിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, എലിസബത്ത് എന്ന. അവൾ പ്രായമായി മച്ചയായിരുന്നു. ആമേൻ. മറിയ ഒരു ദിവസം എലിസബത്തിനെ കാണാൻ ചെല്ലുമ്പോൾ
ആമേൻ. ഇത് മച്ച് എന്ന് പറഞ്ഞവർക്ക് 6-ാം മാസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ദൂത് പറയാൻ പറയുന്നു. ആമേൻ. ചിലതിനോട് ദൈവാത്മാവ് ഇടപെടുക. ആമേൻ ആമേൻ ആമേൻ. ചില വിഷയങ്ങളുടെ 6-ാം മാസത്തിന് മേൽ ചില ദൈവപ്രവർത്തികൾ ആഴം ദൈവം വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ആമേൻ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് ദൈവത്തിന് ചെയ്തേ മതിയാകത്തുള്ളൂ. എന്താണെന്ന് അറിയാമോ? അവൻ ദൈവമായിരിക്കുന്നുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമായിരിക്കുന്നുണ്ട്. അവന് ചിലത് ചെയ്തെടുത്തേ മതിയാകത്തുള്ളൂ. യെസ് യെസ്. മറിയോട് പറയുക, ആമേൻ, നിന്റെ ചാർച്ച കാലത്ത് എലിസബത്ത് മച്ച് എന്ന് പറഞ്ഞവർക്ക് ഇത് 6-ാം മാസം. പെട്ടെന്ന് ദൈവാത്മാവ് അത് പറയുന്നത് ഇത് 6-ാം മാസം. ആമേൻ. ദൈവാത്മാവ് പറയുന്നു, ആമേൻ, 6-ാം മാസത്തിൽ ചില ദൈവപ്രവൃത്തിയുടെ ആഴം. ആമേൻ. നീ വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ, പറഞ്ഞ വചനം ഞാൻ തിരിച്ചു പറയുക. ആമേൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. നീ ഉറപ്പായിട്ടൊന്ന് ആശിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ആമേൻ, ആശയ്ക്ക് വിരോധമായ ആശയോടെ ഒന്ന് കാത്തിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഉറപ്പായി നീ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ആമേൻ, നിന്റെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു ദൈവം. ആമേൻ. അവൻ വിശ്വാസത്തിന്റെ നായകനാ. ആമേൻ. വിശ്വാസത്തിന്റെ നായകന എന്റെ കർത്താവ് യേശു വിശ്വാസത്തിന്റെ നായകനാ. ദൈവാത്മാവ് ഇതിനകത്ത് ചിലരോട് വിളിച്ചു പറയാൻ പറയുന്നു, ആമേൻ, നിന്നോട് പറഞ്ഞ ദൂതുകൾ ആമേൻ നിവർത്തീകരിക്കാതെ പോകത്തില്ല. യെസ്, നീ അത് കാണും. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ നിന്നോടുള്ള ചില ദൈവിക വാഗ്ദത്തങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കൃപാസനത്തോടെ അടുത്ത് വരുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളുടെ പാതപീഠത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിച്ചു. കേട്ട വചനം കർത്താവെ ഉള്ളത്തിൽ ആമേൻ നല്ല നിലത്ത് വീണതുപോലെ 30, 60, 100 മേനിയായി വിളയുവാൻ ഈ പകൽക്കാലം ഏൽപ്പിക്കുന്ന നിന്റെ ജനത്തെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ.